ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, ഞാൻ ഇറങ്ങട്ടെ. തൻ്റെ അമ്മ വന്നിട്ട് താനൊരു ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സിത്താര മേഡത്തിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ സമ്മതിച്ചത്. പക്ഷേ അത് നന്നായി. തൻ്റെ ഈ വരവ് നമ്മുടെ മനസ്സുകളെ കൂടുതൽ അടുപ്പിച്ചു. താങ്ക് യു. താങ്ക്സ് പറയേണ്ടത് ഞാനാ. ഇവിടെ വന്നു കയറുമ്പോ എന്റെ മനസ്സിലും കുറെ ഈഗോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി അതെന്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഇപ്പോ ഒട്ടും ഭാരമില്ലാത്ത മനസ്സോടു കൂടിയാ ഞാൻ തിരിച്ചു പോകുന്നത്. നമുക്കപ്പോ വീണ്ടും കാണാം. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കുട്ടിയെ. അത് നല്ലതാ. ഞങ്ങൾ എല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കോണം കേട്ടോ. അമ്മയ്ക്കൊരല്പം തിടുക്കമുണ്ട് മോളുടെ കാര്യത്തില്. അതിനേക്കാളും തിരക്കുള്ള ഒരാളും കൂടി ഉണ്ടേ. അയ്യോ, ഞാൻ എന്റെ സാറിനെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. ആരും തെറ്റിദ്ധരിക്കല്ലേ. നിന്ന നിപ്പില്ല സ്വഭാവം മാറ. പിന്നെ എന്താ പറയാ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഈ കണ്ണീന്ന് തീ വരാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? വെറുതെ മാഡത്തിന്റെ മുഖത്തേക്ക് നോക്കിയാ മതി, ആ തീ കാണാം. അമ്മക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചൂടെ, അന്നേരം ആ തീ കെടൂലേ? സാധാരണയായിട്ട് നിന്റെ അച്ഛൻ എങ്ങനെയൊക്കെ പറയുന്നേ. പാരമ്പര്യം കിട്ടുമല്ലോ. അതൊക്കെ പതുക്കെ മാറുന്നേ. കുറച്ചു ദിവസം കഴിയുമ്പോ നോക്കിക്കോ, സുനന്ദേച്ചിയായിരിക്കും സിത്താര മേഡത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടയാള്. നടന്ന തന്നെ. ഉണ്ണിമായ. ഹലോ ഉണ്ണിമായേ. കൃഷ്ണേ, ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയെന്ന ഡോക്ടർ പറഞ്ഞ്. ഓപ്പറേഷൻ എന്നാ നടത്തുന്നതെന്ന് ചോദിച്ചു. ഉണ്ണി, അമ്മ എവിടെ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. കൃഷ്ണേ, കുറച്ച് വേദന കൂടിയതുകൊണ്ട് 1-2 ഗുളികകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അത് കഴിച്ചാൽ നല്ല ക്ഷീണം ഉണ്ടാവും, ഉറങ്ങും എന്നൊക്കെ ഡോക്ടർമാര് പറഞ്ഞിരുന്നു. അമ്മ ഇപ്പൊ ഉറങ്ങോ? നീ എപ്പോഴാ വരിക? അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ വരാം ഉണ്ണിമായെ, എത്രയും പെട്ടെന്ന് വരാം. അതെ, നീ ആ സുന്ദരിയെ തേടി നടന്നിട്ട് ഒരു കാര്യമില്ല. അതിലും നല്ലത് നാട്ടിലേക്ക് പോരുന്നതാ. ഞാനിപ്പോ അവരുടെ പിന്നാലെ നടക്കുന്നൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിൽക്കുന്ന വീട്ടിലെ സുനന്ദേച്ചി വലിയൊരു വീട്ടിലാ ജോലിക്ക് പോകുന്ന. അത്യാവശ്യം വന്നാല് ആ മാഡത്തിനോട് കുറച്ച് പണം ചോദിക്കാന്ന് സുനന്ദേച്ചി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാ ഞാൻ ഉടനെ വരാട്ടോ. ശരി, നിന്നോടിപ്പോ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടെന്താ? ഞാൻ വരൂടി, ദൈവം എല്ലാം ശരിയാക്കി തരും. മാഡത്തിന്റെ അടുത്ത് ചെന്ന് പണം ചോദിക്കാം, കിട്ടുന്നൊക്കെ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റുമോ?